ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു പെസഹ അപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അതിൻ്റെ കൂടെ പെസഹ പാലും. അപ്പം ഇത് പെസഹ വ്യാഴാഴ്ചയുടെ അന്നാണ് പെസഹ അപ്പവും പെസഹ പാലും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചാനലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കുകയാണ്. ഒരു ഗ്ലാസ് അരി അതിന് വേണ്ടി എടുത്തിട്ടുണ്ട്, ഒരു ചരുവത്തിലേക്ക്. പിന്നെ കൂടെ തന്നെ കുറച്ച് ഉഴുന്ന് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്നൊക്കെ അവരവരുടെ ആവശ്യത്തിന് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉഴുന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വറുത്ത് എടുക്കുകയാണ്. ചെറു തീയിലിട്ട് ഒന്ന് വറുത്ത് എടുക്കണം. കരിഞ്ഞൊന്നും പോവാതെ വറുത്ത് എടുക്കണം. വറുത്തുന്ന എങ്ങനെ മൂത്തെന്ന് അറിയുന്നത് അന്നേരം ഒരു നല്ല മണം വരും. ഉഴുന്ന് മൂക്കുന്നതിൻ്റെ ഒരു മണം വരും. അപ്പോഴും നമുക്കൊന്ന് നിർത്താം. അപ്പം ഞാനത് വറുത്തെടുത്തത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുതിരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ, ഞാൻ കൊട്ടത്തേങ്ങയാണ് പൊതിച്ചപ്പം, കൊട്ടത്തേങ്ങയായിരുന്നു. അപ്പോൾ അതിൻ്റെ അരമുറി ഞാൻ എടുത്തിട്ടുണ്ട് ഈ അപ്പത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ട്. ചെറു കഷ്ണങ്ങളായി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. അതുകൊണ്ട് ഇവിടെ അത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല ചൊവ്വിനെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടെ എടുത്തിട്ടുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന്. ഞാനൊരു 10 ചുമന്നുള്ളിയും പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം ജീരകവും കൂടെ ഇട്ട് അരച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരച്ചെടുത്തുകൊണ്ട് വന്ന തേങ്ങയുടെ കൂടെ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ തേങ്ങ അരച്ച അതേ ജാറിൽ തന്നെ അരി ഉഴുന്നും കൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം. കുതിർന്ന അതും അരച്ചെടുത്തുകൊണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് തേങ്ങ അരച്ച് വെച്ചേക്കുന്ന ആ കൂട്ടിലേക്ക് അരിമാവ് കൂടി ഒഴിച്ചു കൊടുക്കാം. അരി ഉഴുന്നും കൂടെ അരച്ച മാവ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചുവനകത്തുനിന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇത് എല്ലാ ക്രിസ്ത്യൻ കുടുംബങ്ങളിലും പെസഹ വ്യാഴാഴ്ചയുടെ അന്ന് വൈകിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് പ്രാർത്ഥനയോടെ ഉണ്ടാക്കുന്നത്. അതുപോലെ കുരുത്തോല വെക്കുന്നതും നമ്മുടെ വാഴ്ത്തിയ ഓശാന ഞായറാഴ്ച നമുക്ക് കുരുത്തോല തരുമല്ലോ പള്ളിയിൽ നിന്ന്, വാഴ്ത്തിയ കുരുത്തോല. ആ കുരുത്തോലയുടെ തുമ്പാണ് നമ്മൾ ഈ പെസഹ വ്യാഴാഴ്ച അപ്പം പുഴുങ്ങുമ്പം അതിൻ്റെ മുകളിൽ വെക്കുന്നത്. അപ്പോൾ ഞാനത് ഇളക്കി മാറ്റി വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ്. അപ്പോൾ ഞാനതൊന്ന് ചുടാൻ വേണ്ടിയിട്ട് ആ മാവ് എടുത്തേക്കും. ഇത് പുളിപ്പില്ലാത്ത അപ്പമാണ്, അതുകൊണ്ടാണ് നമ്മളിത് പൊങ്ങാനൊന്നും വെക്കാത്തത്. മാവ് പുളിക്കാനും ഈസ്റ്റും ഒന്നും ചേർക്കത്തില്ല. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ്. ഈ ഇഡ്ഡലി തട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഒരു പ്ലേറ്റ് എടുത്ത് അതിനകത്തോട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ കോരി ഒഴിച്ച് ചുട്ട് എടുക്കാം. ഇത് പെസഹ വ്യാഴാഴ്ചയുടെ അന്ന് വൈകിട്ട് വീട്ടിലുള്ള പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ചുട്ട് വെച്ചിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെ കുടുംബത്തിലെ മൂത്ത ആളാണ് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നത്. യേശുവിൻ്റെ അന്ത്യ അത്താഴ വേളയിലെ പിന്നെ ശിഷ്യന്മാരോടൊത്തുള്ള ആ ഒരു ഭക്ഷണമാണ്. യേശുവിൻ്റെ ശരീരവും വീഞ്ഞും ഒക്കെ ശിഷ്യന്മാർക്ക് പകുത്ത് കൊടുക്കുന്ന അതിനെ അനുസ്മരിക്കുന്നതാണ് ഈ പെസഹ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് കുരുത്തോല ഇപ്പം പെസഹ വ്യാഴാഴ്ച ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വെറുതെ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു ഓലയുടെ തുമ്പെടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ഒരു കുരിശ് പോലെ വെച്ചേക്കുകയാണ്. അല്ലാതെ നമ്മൾ വ്യാഴാഴ്ച പുഴുങ്ങുമ്പം കുരുത്തോല വെച്ചാണ്, പള്ളിയിൽ നിന്ന് കിട്ടുന്ന കുരുത്തോലയാണ് കുരിശായിട്ട് വെക്കുന്നത്. അത് വെച്ച് ഇപ്പം മാവൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിത് ഇഡ്ഡലി കൂട്ടത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഒരു കിണ്ണത്തിനും കൂടെ ഉള്ള മാവുണ്ട്, അത് ഞാൻ ഈ ഒരു കിണ്ണം കൂടെ ഒഴിക്കാനുള്ള മാവുണ്ട് എനിക്ക്, അതും കൂടെ ഞാൻ ഒഴിച്ച് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെസഹ പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ 2ാം പാലും 3ാം പാലും കൂടെ ഒഴിച്ച് കുറച്ച് വെള്ളത്തിൽ, ഇവിടെ അംഗങ്ങളൊക്കെ കുറവായതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ ഞാൻ എടുത്ത് അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അരിമാവൊന്ന് കലക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശർക്കര പാനിയാക്കിയത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടി പാലിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി, കട്ടയില്ലാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ തിളച്ച് വന്നിരിക്കുന്ന ശർക്കര പാനിയിൽ ഈ പാലിലേക്ക് നമുക്ക് ഈ കട്ടയില്ലാതെ ഇളക്കുന്ന ഈ മാവ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി അതൊന്ന് തിളപ്പിച്ച് അരിമാവൊന്ന് വെന്ത് വരട്ടെ. അപ്പം അതിൻ്റെ കൂടെ തന്നെ ചുക്ക്, ജീരകം, ഏലക്ക ഇതെല്ലാം കൂടെ ഇച്ചിരി പഞ്ചസാരയും കൂടെ മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി പൊടിച്ച് എടുത്തുകൊണ്ട് വന്ന് വെച്ചേക്കുന്നതാണ്. അത് ഞാനൊരു പാത്രത്തിലിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിൽ നിന്ന് ഫ്ലേവറിന് ആവശ്യമായത് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് തിളച്ച് വീണ്ടും വന്നപ്പോഴത്തേക്ക് നമ്മൾ 1ാം പാല് കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഒത്തിരി തിളയ്ക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ പെസഹ പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും, അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. വീണ്ടും പുതിയ ഒരു വീഡിയോവുമായി കാണാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു പെസഹ വ്യാഴാഴ്ച നേരുന്നു.